അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷങ്ങളെ ഓരോത്തിന്റെ തൊഴിൽ നമുക്കായിരിക്കുവാൻ ദൈവത്തിക്ക് നല്ല അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഈ രാത്രിയിലും ദൈവം നമുക്ക് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വേഗത്തിൽ ഋഷിയുടെ സന്തോഷം അനുഭവിച്ചറിയും. ഋഷിയുടെ സ്ഥാനപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവടിയാക്കേണ്ടതിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. സാറയോട്ട് പ്രാർത്ഥനകളുമായി വിദേശത്ത് കടന്നു വരുവാനും കുഞ്ഞുങ്ങളുടെ രണ്ടുപേരും വിദേശത്ത് വരുവാനും ദൈവം വാസ്തവമായ ഒരുപാട് ലോക ജീവിതത്തിൽ നൽകുവാനും ആത്മാവിൽ കാണുവാൻ ദൈവം റെഡിയാക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വന്തം മജീസിനോട് പ്രാർത്ഥിക്കാം. എന്നെ കുടുംബത്തോട് സ്തോത്രം ചെയ്യാം. സ്വന്തം അൻപതിനോട് സ്തോത്രം ചെയ്യാം. ദൈവം അനുഗ്രഹിക്കേണ്ട വാസ്തവമായി രക്ഷയുടെ സന്തോഷം അവരും അനുഭവിച്ചറിയുവാനുമാണ് ദൈവം റെഡിയാക്കേണ്ടതിനായി നമുക്ക് പിന്നെയും ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം പ്രവർത്തിക്കാതെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. സുരക്ഷിതനായ ദൈവം അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സഹോദരനെ കൊണ്ടുവരുന്ന നിശ്ചയം പറയുന്ന സിസ്റ്ററോട് സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യപ്പെടട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾക്ക് നമ്മുടെ ഒപ്പം കടന്നു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രിയ സഹോദരനോട് കാണിച്ച കണ്ണുകളോട് കുടുംബത്തെ സ്തോത്രം ചെയ്യാം. വാസ്തവമായി ദൈവത്തിൻ്റെ പരിശുദ്ധരണം കഴിയുമ്പോഴോട് ഇടപെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ രാത്രി എല്ലാവരും ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ളതായ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലേഖനം 1-ാം അധ്യായമാണല്ലോ നമ്മൾ പഠിക്കുന്നതിന്റെ 3-ാമത്തെ വാക്യം വായിക്കട്ടെ. Open your Bible, Galatians chapter 1 verse 3. പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ച പദമാണ് കൃപയും സമാധാനവും. ഗ്രേസ് എന്താണ് ഗ്രേസ് എന്ന് നമ്മൾ ചിന്തിച്ചത്? ഗോഡ്സ് അൺമെറിറ്റഡ് ഫേവേഴ്സ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മളെ അർഹരാക്കുന്ന അതിനെയാണ് നമ്മൾ കൃപ എന്ന് പറയുവാനിടയായിട്ടുള്ളത്. കൃപയാണ് നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുന്നത്. ഗ്രേസ് ലീഡ്സ് us to peace. ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ സമാധാനത്തിലേക്ക് നയിക്കുന്നത്. In other words, grace is the beginning of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭം എന്ന് പറയുന്നതും ദൈവത്തിന്റെ കൃപയാണ്. The peace is the end of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ദൈവിക സമാധാനമാണ്. സകലത്തിന്റെയും മൂലകാരണം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ മൂലകാരണം എന്ന് പറയുന്നത്, സ്രോതസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപയാണ് സമാധാനം നമുക്ക് നൽകുവാനിടയായി തീർന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതായ ഒരു വാക്യമാണല്ലോ റോമാ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 5 verse 1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. So grace of God is the source of salvation and peace with God. So രക്ഷയുടെ ഉറവിടം എന്ന് പറയുന്നത് ദൈവത്തിന്റെ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന ദൈവകൃപയാണ്. അത് മാത്രമല്ല ദൈവത്തോടുള്ള സമാധാനം നമുക്ക് ലഭിക്കുന്നതും കൃപ മുഖാന്തരമാണ്. ഈ 3 പദങ്ങൾ ഒരുമിച്ച് ചേർന്ന് പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, കൃപ, വിശ്വാസം, സമാധാനം. ആർക്കാണോ കൃപയുള്ളത്, ദൈവത്തിന്റെ കൃപയുള്ളത്, അവർക്ക് വിശ്വാസം ഉണ്ടാകുവാനിടയായി. ദൈവകൃപയല്ല എല്ലാവർക്കും വിശ്വാസം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ആ വിശ്വാസം, അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് ദൈവകൃപയുടെ ഒരു എഫർട്ട്. ദൈവകൃപ നമ്മുടെ മേൽ വരുന്നതിനുള്ള എഫർട്ടാണ് വിശ്വാസം എന്ന് പറയുവാനിടയായിട്ടുള്ളത്. വിശ്വാസമുണ്ടോ, ദൈവകൃപ നമ്മുടെ മേലുണ്ട്. ദൈവകൃപയുണ്ടോ, ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. സപ്പോസ് നമ്മൾ പറയുകയാണ്, എനിക്ക് ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ല,
സമാധാനം ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ കൃപ തന്നിലേക്ക് വരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയാത്തതാണ് ഇങ്ങനെ പറയുവാനിടയായത്. അപ്പോൾ സമാധാനമുള്ളവർക്ക് എന്തുണ്ട്? ദൈവത്തിന്റെ കൃപയുണ്ട്. ദൈവത്തിന്റെ കൃപയുള്ളവർക്ക് എന്തുണ്ട്? ദൈവത്തിൽ വിശ്വാസമുണ്ട്. എബ്രായർ ലേഖനം 11-ാമത്തെ വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. സ്തോത്രം. അപ്പൊ കൃപ എന്ന് പറയുന്നത് ഗോഡ്സ് അൺമെറിറ്റഡ് ഫേവർ. അർഹതയില്ലാത്ത ദൈവത്തിൽ ആ സ്ഥാനത്ത് ദൈവം നമ്മളെ അർഹരാക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. And also it is a supernatural enablement. അസാധാരണമായി നമ്മളെ കഴിവുള്ളതാക്കി മാറ്റുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ഒരു വിഷയത്തിൽ പലപ്പോഴും നമുക്ക് കഴിവില്ലായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വരുമ്പോൾ അസാധാരണമായി നാം കഴിവുള്ളവരായി മാറുവാനിടയായി. എംപവർമെന്റ് ഫോർ സാൽവേഷൻ, രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ ബലപ്പെടുത്തുവാനിടയായി തീരുന്നു. Grace is everything for nothing. നമ്മൾ പറയുന്നില്ലേ, ഒന്നുമില്ലെന്ന് പറയത്തില്ലയോ? പക്ഷെ കൃപയുണ്ടോ? എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുവാനിടയായി. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊന്നുമില്ല കർത്താവേ, എനിക്കൊന്നുമില്ല കർത്താവേ. എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഗ്രേസ് ഈസ് everything for nothing. നമ്മൾ ഒന്നുമില്ല എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ കൃപയുണ്ടോ എല്ലാം നമുക്കുണ്ടാക്കുവാനിടയായി. എങ്ങനെയത് ലഭ്യമാക്കുവാനിടയായിത്തീർന്നു? റോമാലേഖനം 8-ാം 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ റോമൻസ് ചാപ്റ്റർ 8:32, സ്വന്തം പുത്രനെ ആദരിക്കാതെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്തോത്രം. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ. സ്തോത്രം. പിതാവായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പുത്രനായ അവന്റെ മുമ്പിൽ പ്രബോധമായവൻ, സകലത്തിന് ലാക്കും സകലത്തിന് കാരണഭൂതനുമായവൻ, അവൻ മുഖാന്തരം സകലത്തെയും ഉളവാക്കി, അവനായിട്ടും സകലം ഉളവാക്കുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്വന്തം ഓമനകുമാരനായ കുമാരനെ ആദരിക്കാതെ നമ്മെ ആദരിക്കുവാൻ ദൈവം നമ്മോട് കരുണ കാണിച്ചല്ലോ. അതിനെയാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുവാൻ. കൃപ always addresses the man's sin. മനുഷ്യന്റെ പാപത്തെ കുറിച്ച്, പാപം ഉള്ളോടത്തെല്ലാം ദൈവത്തിന്റെ കൃപ വെളിപ്പെടുവാനിടയായിത്തീരും. രക്ഷിക്കപ്പെടണമെങ്കിൽ സ്വന്തം കൺവിഷൻ ഓഫ് സിൻ ഉണ്ടാകും, പാപബോധം ഉണ്ടാക്കുവാനിടയായിത്തീരും. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പാപിയാണ് എന്ന് ദൈവത്തോട് നിലവിളിക്കണം. എന്നാലേ എന്തുണ്ടാവുള്ളൂ? രക്ഷിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. അത് നമ്മൾ അംഗീകരിക്കണം, അല്ലേ? നമ്മൾ പറഞ്ഞല്ലോ 2 തരത്തിലുള്ള പാപം. ഒന്ന് Adamic sin, original sin. ആദാം പാപം ചെയ്തത് മുഖാന്തരമായി സകല മാനവജാതികളും ഏകന്റെ അനുസരണക്കേടിനാൽ സകലരും അനുസരണക്കേടുള്ളവരായി മാറിയതുപോലെ ഏകന്റെ ലംഘനത്താൽ സകലരും പാപികളായി മാറുവാനിടയായി. ആദാമിന്റെ രക്തത്തിൽ ജനിച്ച സകല മനുഷ്യരും പാപികളാണ്. രണ്ടാമതാണ് imputed sin. Adamic nature ഉള്ള ഒരു മനുഷ്യന് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ കഴിവുള്ളതല്ല. അപ്പൊ രണ്ടാമത്തെ പാപമാണ് പേഴ്സണൽ സിൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്ന് ഈ വ്യക്തിപരമായി നമ്മൾ ചെയ്യുന്നതായ പാപങ്ങളുണ്ടല്ലോ, സ്വർഗ്ഗമില്ല, അതാണ് ഈ പേഴ്സണൽ സിൻ എന്ന് പറയുവാൻ. റോമാലേഖനം 5-ാം 18-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അതുപോലെ
അപ്പൊ ഒന്ന് ഇൻഹെറിറ്റൻസ് ഒറിജിനൽ സിൻ ബൈ ബർത്ത്. സകല മനുഷ്യരും പാപികളാണ്. അതിന്റെ ഒരു അടുത്ത ഘട്ടമാണ്, അതിന്റെ ഒരു അതിനോട് ചേർന്നുള്ള കാര്യമാണ് ഇംപ്യൂട്ടഡ് സിൻ. എല്ലാവരുമാണ് സകല മാനവജാതികളും ശിക്ഷാവിധിക്ക് അർഹരാണ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത എല്ലാവരും ഇവിടെ പോകും, നരകത്തിൽ പോകാനിടയായിരിക്കും. രക്ഷിക്കപ്പെടുന്ന എല്ലാവരും നരകത്തിൽ, പെടാത്ത എല്ലാവരും നരകത്തിൽ പോകും. അപ്പൊ അങ്ങനെ അതാണ് എന്താ പറയുന്നത്, അത് ആ പനിഷ്മെന്റ്, ആ ശിക്ഷ, നമ്മളെല്ലാം ആ ശിക്ഷാവിധിക്ക് കാരണഭൂതരായി മാറിയവരാണ്. അവർക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ സ്വയമായിട്ട് നിൽക്കാൻ കഴിയത്തില്ല. ഇതുകൊണ്ടാണ് തോന്നുന്നത് പേഴ്സണൽ സിൻ. ഈ ഇമ്പ്യൂട്ടഡ് സിൻ എന്ന് പറയുന്ന തിയോളജിയിൽ പറയുന്നൊരു പേരാണ് ഫെഡറൽ ഹാർഡ്ഷിപ്പ് തിയറി. ഏകന്റെ ലംഘനത്താൽ അനേകര് പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി. അതാണ് ഫെഡറൽ ഹാർഡ്ഷിപ്പ് തിയറി എന്ന് പറയുന്നത്. ഇനിയാണ് പേഴ്സണൽ സിൻ. പേഴ്സണൽ സിന് രണ്ട് തരത്തിലുള്ള പാപമുണ്ട്. ഒന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപവും അറിയാതെ ചെയ്യുന്ന പാപവും. സിൻസ് ഓഫ് കമ്മീഷൻ. എന്താണ് സിൻസ് ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ? ഡോണ്ട് ഡു ബട്ട് വി ആർ ഡൂയിങ്. ചെയ്യരുത് പക്ഷെ നമ്മൾ എന്തുകൊണ്ടിരിക്കുക? ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് സിൻസ് ഓഫ് കമ്മീഷൻ. ഡോണ്ട് ഡു ബട്ട് വി ആർ ഡൂയിങ്. എക്സാമ്പിൾ ലൈങ്, കള്ളം പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. മോഷ്ടിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം ചെയ്യുന്നതെന്ന് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അത് ചെയ്യുന്നത് എന്തുമാണ്? സിൻസ് ഓഫ് കമ്മീഷൻ. അതാണ് പേഴ്സണൽ സിന്റെ ഒന്നാമത്. പേഴ്സണൽ സിന്റെ രണ്ടാമതാണ് സിൻസ് ഓഫ് ഒമിഷൻ. ഷുഡ് ഡു ബട്ട് വി ആർ നോട്ട് ഡൂയിങ്. നിർബന്ധമായും ചെയ്തിരിക്കണം പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ചെയ്യുന്നില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നത് എന്തുവാണ്? ഒരു വാക്കുണ്ടോ, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്ത എന്തുവാ? പാപം. അപ്പൊ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നത് പാപം, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നതും പാപം. ഇത് രണ്ടും നമ്മുടെ പേഴ്സണൽ സിന്നകത്തുണ്ട്. അപ്പൊ ഈ ഇൻഹെറിറ്റൻസിനും പേഴ്സണൽ സിന്നിനും ഫോർഗിവ്നെസ് ആവശ്യമാണ്. രണ്ടിനും ക്ഷമ ആവശ്യമാണ്. ഈ പാപത്തിന് എന്ത് ആവശ്യമാണ്? ക്ഷമ ആവശ്യമാണ്. ക്ഷമ ആവശ്യമാണെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? We need to recognize that I am a sinner. ഞാൻ ഒരു പാപിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കും. എന്നാൽ അതാണ് കൺവിക്ഷൻ ഓഫ് സിൻ. പാപബോധം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അറിയാമോ? പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തും. അപ്പൊ എന്താ ഈ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നത്? പാപത്തെ കുറിച്ച് to convict the sin means if you die in sin or if you live in sin you will be die in Christ. നീ പാപത്തിൽ ജീവിച്ചാൽ നീ യേശുവിന് മരിച്ചവനാകും. If you live in sin, നീ പാപത്തിൽ ജീവിച്ചാൽ you will get the second death. നീ രണ്ടാം മരണത്തിന് അർഹനാണ്. ആ രണ്ടാം മരണം എന്ന് പറയാണ് eternal hell. പേഴ്സണൽ സിന്നും ഇൻഹെറിറ്റൻസ് സിന്നും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടും നമ്മൾ എവിടെ കൊണ്ടെത്തിക്കും? നരകത്തിൽ കൊണ്ടെത്തിക്കും. അപ്പൊ രക്ഷിക്കപ്പെടാത്തവ എല്ലാവരും എങ്ങോട്ട് പോകാനിരിക്കുന്നവരാ? നരകത്തിൽ പോകാൻ. രണ്ട് പക്ഷം വീട്ടാണ്. രക്ഷിക്കപ്പെടാത്ത എല്ലാവരും എവിടെ പോകും? നരകത്തിൽ. അതിന് ഒരു സംശയവുമില്ല. അപ്പൊ അതാണ് കൺവിക്ഷൻ ഓഫ് സിൻ. അപ്പൊ ഈ കൺവിക്ഷൻ ഓഫ് സിൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിന്ത പറയാം,
I belongs to hell. ഞാൻ നരകത്തിന് ഉള്ളവനാണ്. ആമേൻ. ഹല്ലേലൂയ. സോ അടുത്ത നമുക്ക് എന്തുണ്ടാവും? burden of sin ഉണ്ടാവും. ഈ ചിന്ത ഉണ്ടാകുമ്പോൾ പാപഭാരം ഉണ്ടാകും. എന്തിനാണെന്നറിയാമോ? Who can save me from this death? ഈ മരണത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കാൻ കഴിയും? ഈ നരകത്തിൽ നിന്ന് ആര് വിടുവിക്കാൻ കഴിയും? ആർക്കാണ് ഈ നരകത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നത്? ആർക്കാണ് ഈ രണ്ടാം മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നത്? ഒരു കാര്യം മനസ്സിലാകും, ഒരേ ഒരാൾക്ക് കഴിയത്തുള്ളൂ. ആർക്കാണ്? മറ്റൊരുത്തനിലും രക്ഷയില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. The burden of sin എന്തിനാണെന്നറിയാമോ? I need a savior. I need to save from this sin. ഈ പാപത്തിൽ നിന്ന് എനിക്ക് വിടുവിക്കപ്പെടണം. What is the wages of sin? Is that പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പൊ ഈ പാപത്തിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടണമെങ്കിൽ എന്റെ പാപം എന്ത് ചെയ്യണം? കഴുകൽ പ്രാപിക്കണം, മോചിക്കപ്പെടണം. ആ റിമിഷൻ ഉണ്ടായ എന്റെ പാപം ഫോർഗിവ്നെസ് ആയി ക്ഷമിക്കപ്പെടണം. എന്റെ പാപം ക്ഷമിക്കാൻ ആർക്കേ കഴിയത്തുള്ളൂ? യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനോട് പറയുന്നത്, ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ, കർത്താവേ എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. നമ്മൾ അലറി കരയാൻ തുടങ്ങും. ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ പാപക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കും. സ്തോത്രം ഹല്ലേലൂയ. പാപക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനിടയായി തീരും. അങ്ങനെ നമ്മൾ പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവം നിലവിളിക്കുമ്പോൾ നമ്മുടെ ആ ബർഡൻ മാറി ഒരു ജോയ് ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് റിമിഷൻ ഓഫ് സിൻ കിട്ടി, പാപമോചനം കിട്ടി. I got remission of sins. Hallelujah. ആ പാപമോചനം ലഭിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, ഞാനൊരു പുതിയ സൃഷ്ടിയാണെന്ന് മനസ്സിലാകും. Hallelujah. അപ്പോൾ I got born again experience. ഞാൻ വീണ്ടും ജനനം പ്രാപിക്കുവാനിടയായി തീർന്നു. That is the experience of born again. അതാണ് വീണ്ടും ജനനത്തിന്റെ അനുഭവം എന്ന് പറയുവാനിടയായി തീരുന്നത്. പിന്നെ ഞാൻ നടക്കുന്നത് അറിയാമോ? പാപത്തിൽ മരിച്ചതായ എന്റെ ഈ മനുഷ്യനെ കുടിച്ചിടണം. അതാണ് സ്നാനം എന്ന് പറയുന്നത്. സ്നാനത്താൽ അവനോട് നമ്മൾ എന്ത് ചെയ്തു? മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു, ജീവന്റെ പുതുക്കം നടക്കുന്നു. അതുകൊണ്ടാണ് ഈ സ്നാനത്തെ നമ്മൾ വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. നിങ്ങൾ സ്നാനപ്പെടുന്നത് കണ്ടിട്ടില്ലേ? എങ്ങനെയാ സ്നാനപ്പെടുന്നത്? എങ്ങനെയാണ് സ്നാനപ്പെടുന്നത്? അതിന്റെ അർത്ഥം ഒരു ശവം അടക്കുന്നത് പോലെയാണ് സ്നാനപ്പെടുന്നത്. സ്നാനത്താൽ അവനോടുകൂടെ നമ്മൾ മരിച്ച് അടക്കപ്പെട്ട്, സ്നാനത്താൽ അവനോട് കുടിച്ചിടപ്പെട്ടു, സ്നാനത്താൽ നാം അവനോട് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. യൂണിഫൈഡ് വിത്ത് the death, burial and resurrection of our Lord Jesus Christ. Praise the Lord. Amen. Hallelujah. അതുകൊണ്ടാണ് നമ്മൾ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ what is the great commission of our Lord Jesus Christ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്, മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 19, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യണം? ജീവിത പരിശുദ്ധാത്മ നിറവ് എല്ലാവരും പ്രാപിക്കുവാനിടയായി തീരണം. എല്ലാവരും അന്യഭാഷയിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം. എന്നാലേ നമുക്ക് പാപത്തോട് പോരാടാൻ കഴിയത്തുള്ളൂ, പാപത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ഈ പാപം കുഴിച്ചിടപ്പെടുന്നില്ലെന്ന്. ദൈവസഭയെന്ന് ഒരമ്മം പുറകോട്ട് മാറിയാൽ ഈ പാപം നമ്മളെ വിഴുകി കളയുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ.
അപ്പൊ നമുക്ക് എന്തുണ്ട്? ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. രക്ഷിക്കപ്പെടാത്ത നമുക്ക് എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും സ്നാനപ്പെടണം, എല്ലാവരും ആത്മനിറവിൽ ജീവിക്കണം, എല്ലാവരും തിരുമേശയെ പങ്കാളികളായി തീരണം, എല്ലാവരും കൂട്ടായ്മ ആചരിക്കണം, എല്ലാവരും അപ്പോസ്തലിക ഉപദേശങ്ങളെ കൈക്കൊള്ളുന്നവരായി മാറണം, ഉൾക്കൊള്ളുന്നവരായി മാറണം, അതിനായിട്ട് ജീവിക്കുന്നവരായി മാറുവാനിടയായി. അതിനെയാണ് ദൈവത്തിന്റെ കൃപയെ നമുക്ക് ലഭിക്കുവാനിടയായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 100 ടൈംസ് 100 പ്രാവശ്യം ഗ്രേസ് എന്ന പദം തന്റെ ലേഖനങ്ങൾ ഉപയോഗിക്കുവാനിടയായിരുന്നു. മറ്റു പുതിയ നിയമ എഴുത്തുകാർ ഏതാണ്ട് 55 പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. So Paul was indeed the apostle of grace. കൃപയുടെ അപ്പോസ്തലൻ എന്ന് നമുക്ക് പൗലോസിനെ വിളിക്കുവാനിടയായിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ സഭയോട് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. John chapter 16 verse 33. God our Father wishes a godly and heavenly peace. Hallelujah. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അടുത്ത വാക്യം, എങ്കിലും എന്ത് ചെയ്യണം? ധൈര്യപ്പെട്ടിരിക്കും. അടുത്ത വാക്യം, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. നമ്മൾ കഷ്ടത മാറിപ്പോകാൻ പ്രാർത്ഥിച്ചാലും നമുക്ക് കഷ്ടതയുണ്ട്. എന്തിനാണെന്നറിയാമോ? നമുക്ക് കഷ്ടതയുണ്ടാകുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കേണം, നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചവനാണ്, നമ്മുടെ കർത്താവ് പാപത്തെ ജയിച്ചവനാണ്, നമ്മുടെ കർത്താവ് ഒടുക്കത്തെ ശത്രുവായ മരണത്തെ ജയിച്ചവനാണ്. മരണമേ നിന്റെ വിഷമുള്ളവിടെ, മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തിന്റെ മേൽ ജയാളിയായ ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത് മനസ്സിലായിക്കോട്ടെ. നോക്കുക, എന്തുണ്ട്? കൃപയുണ്ട്. കൃപയുള്ള എന്തുണ്ടാകും? വിശ്വാസം ഉണ്ടാകണം. ഈ കൃപ അനുഭവിക്കണമെങ്കിൽ വിശ്വാസം 100% വിശ്വാസം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാ ദൈവത്തിന്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത് ചോദിച്ചാൽ, നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ കത്തിയൊലിക്കുന്നവരായി മാറണം. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. എന്താണോ നമ്മൾ ആശിക്കുന്നത്, നമ്മൾ ആശിക്കുന്നത് എന്തോന്നറിയാമോ? നമ്മുടെ അൽമനാഥൻ നമ്മെ വന്ന് ചേർക്കും. അൽമനാഥനോട് കൂടിയുള്ള വാസം നാം അവനെ പോലെ ആയിത്തീരുമെന്നുള്ളതായ ആശ, അതിന്റെ ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. രണ്ടാമത് അറിയാമോ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഒരു കാര്യം രാത്രി മനസ്സിലാക്കണം, ദൈവം ഹല്ലേലൂയ നമ്മളെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു എന്ന് ഇതുവരെയും നമുക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഒരു ദർശനോ ഒരു വെളിപ്പാടോ എല്ലാം കിട്ടിയേക്കാം. പക്ഷേ ആ ചെറിയ ദർശനവും വെളിപ്പാടും അതിനു വേണ്ടിയുള്ളതായ ഒരു കാണിക്കുന്നതാണ്. അതിന്റെ അപ്പുറത്താണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനിടയായിത്തീരണം. ഒരു കാര്യം നമ്മൾ പറയട്ടെ, വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ദൈവഹിതത്തിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവഹിതത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരുവന് മാത്രമേ വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അവൻ പറയും, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് എന്നൊരു തിരിച്ചറിവിലാണ് വിശ്വാസം മുന്നോട്ട് പോകുവാനിടയായിരുന്നത്. നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം മുന്നോട്ട് പോകുന്നുവോ അത്രത്തോളം ദൈവകൃപ നമുക്ക് അനുഭവിച്ചറിയുവാനിടയായിത്തീരുക. എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രത്തോളം ദൈവകൃപ അനുഭവിച്ചറിയുവാനിടയായിത്തീരുക. എത്രത്തോളം ധാരാളം വിശ്വാസമുണ്ടോ ധാരാളം ദൈവകൃപ അനുഭവിച്ചറിയുവാനിടയായിത്തീരുക. നല്ല
ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നവൻ നാളെയെ ചൊല്ലി നിനയ്ക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ഹല്ലേലൂയ ഭാവിയെ നോക്കി ദുഃഖിക്കത്തില്ല. ഹല്ലേലൂയ. സാമർത്ഥ്യമുള്ള സ്ത്രീയെ കുറിച്ച് നമ്മൾ ഇതിങ്ങനെയാണല്ലോ. സാമർത്ഥ്യമുള്ള സ്ത്രീ ഭാവികാലം ഓർത്തവൾ പുഞ്ചിരി ഇടുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ളവർ നാളെയെ കുറിച്ച് കരയുകയല്ല, നാളെയെ കുറിച്ച് നിലവിളിക്കുകയല്ല. വിശ്വാസമുള്ളവർ എന്താ ചെയ്തറിയാമോ? നാളെ ദൈവം അവർക്ക് വേണ്ടി ഒരുങ്ങി വെച്ചിട്ടുള്ളത്, കണ്ണ് കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് തനിക്ക് വെളിപ്പെട്ടത് കണ്ടുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങി ആ കൃപകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നേറി പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാനിടയായിട്ടേല. ഇന്നലകളിൽ നടന്നതുപോലെയല്ല ദൈവത്തിന്റെ ആത്മാവ് അവളെ കൊണ്ടെത്തിക്കുന്നത്. മറിച്ച് ഇതുവരെ അറിയാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ദൈവകൃപ അനുഭവിച്ചറിയുവാനിടയായിട്ടേല. എന്തുകൊണ്ട് നാം ദൈവകൃപ അനുഭവിക്കുന്നില്ല? നമ്മളെപ്പോഴും കൃപ എന്ന് പറയുന്നു. എന്തുകൊണ്ട് നമുക്ക് കൃപ അനുഭവിച്ചറിയുവാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് കൃപ അനുഭവിക്കാൻ കഴിയുന്നില്ല? അപ്പോസ്തലനായ പൗലോസ് തന്റെ ജഡത്തിന് ഒരു ശൂലം നീങ്ങി പോകുക 3 വട്ടം ദൈവത്തോട് അപേക്ഷിച്ചു. പൗലോസിന് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? My grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി. അടുത്തത് എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ നമുക്ക് എവിടെയാ തികഞ്ഞറിയാമോ? ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്. ഈ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപ, അതിന് നമ്മുടെ ഒരു വാക്കുണ്ട് എന്നറിയാമോ? ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന നമ്മുടെ വിശ്വാസം. നമ്മൾ ബലഹീനരാണെന്ന് പറയാം. You absolutely are right. You are so weak. But ഒരു കാര്യം മനസ്സിലാക്കണം, നീ ജഡത്തിൽ ബലഹീനനാണെങ്കിലും നീ ആത്മാവിൽ ഓലിക്കമുള്ളവനായി മാറുവാനിടയായിത്തീരണം. Hallelujah. If you are weak in your body or flesh, you will be get ready for this to attain the salvation. രക്ഷ പ്രാപിക്കത്തക്ക നിലയിലേക്ക് നാം ആത്മാവിൽ ഓലിക്കമുള്ളവരായി മാറുവാനിടയായിത്തീരണം. എന്തുകൊണ്ട് നമുക്ക് ദൈവകൃപ അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല? കൃപ 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 എന്ന് നമ്മൾ പറയുന്നു, കൃപ 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 എന്ന് നമ്മൾ കേൾക്കുന്നു. എന്തുകൊണ്ട് ആ ദൈവകൃപ അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല? ബലഹീനമാണ്, സത്യമായ കാര്യമാണ്. ബലഹീനതയിലാണ് വസിക്കുന്നത്, സത്യമായ കാര്യമാണ്. പ്രാർത്ഥിച്ചിട്ടും ബലഹീനത മാറുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബലഹീനത മാറണമെങ്കിൽ ദൈവകൃപ അതിന് മേൽ ഇറങ്ങി വരുവാനിടയായിത്തീരണം. ആ ബലഹീനതയിൽ ദൈവകൃപ വെളിപ്പെടണമെങ്കിൽ അതിനകത്ത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ ശരീരത്തിന് മാത്രമേ ദണ്ഡനമുള്ളൂ, നമ്മുടെ ആത്മാവ് ഓലിക്കമുള്ളതാണ്. ഈ രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് ഓലിക്കമുള്ളതാണ്. ഏത് ബലഹീനതയും അതിനെ ചവിട്ടി അതിക്രമിച്ച് ഓവർകം ചെയ്യുവാൻ കഴിവുള്ളതായ, തരണം ചെയ്യുവാൻ കഴിവുള്ളതായ ഹല്ലേലൂയ അത്യന്ത ശക്തിയാണ് എന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ആ ശക്തിയാൽ എന്റെ വിശ്വാസം വർദ്ധിക്കുവാനിടയായിത്തീരണം. My grace is sufficient for you. ഹല്ലേലൂയ. എല്ലാ ചോദ്യത്തിന്റെയും ആൻസർ അതിനകത്തുണ്ട്. നാം ദൈവത്തോട് ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിന്റെയും ആൻസർ ആണ്, എന്റെ കൃപ നിനക്ക് മതി. Question number 1 എടുത്തേ. ആ question number 1 എടുത്തേ. അതിന് ദൈവത്തിന്റെ മറുപടി my grace is sufficient for you. Question number 2 സോമമില്ല മറുപടി my grace is sufficient for you. Question number 3 hallelujah മറുപടി my grace is sufficient for you. ഏത് ചോദ്യം എടുത്താലും ദൈവത്തിന്റെ രാത്രിയിലെ മറുപടി എന്താണെന്നറിയാമോ? എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. വിശ്വാസം ഉണ്ടാകുമ്പോൾ ദൈവശക്തി വെളിപ്പെടുവാനിടയായിത്തീരും. ദൈവശക്തി ഉള്ളിന്റെ ഉള്ളിൽ വെളിപ്പെടുമ്പോൾ അത് ബലം നാം ആത്മാവിൽ ബലപ്പെടുവാനിടയായിത്തീരും. അങ്ങനെ ദൈവശക്തി ഉള്ളവർക്ക് എന്തുണ്ട്? ദൈവിക സമാധാനമുണ്ട്.
ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, വാസ്തവമായി എത്ര പേര് ദൈവത്തിന്റെ സമാധാനം ഈ രാത്രി അനുഭവിച്ചറിയുന്നുണ്ട്? അതിന് വേണ്ട അപ്പടി ടെൻഷനാ, അപ്പടി ടെൻഷനാ, സ്വതന്ത്രമില്ല, അപ്പടി സ്ട്രെസ്സാ, അപ്പടി പ്രഷറാ. ഹല്ലേലൂയ, സ്വതന്ത്രം. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് പ്രഷർ ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും, ഹല്ലേലൂയ, നിങ്ങൾക്ക് ദൈവകൃപ നിങ്ങളുടെ മേൽ ധാരാളം പകരട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഹല്ലേലൂയ, സ്വതന്ത്രം. ക്രൂശിനെ പൗലോസ് ഹല്ലേലൂയ, സ്വതന്ത്രം, തന്നെ ക്രൂശിക്കാൻ ഉത്തരവാദ ഓർഡറിട്ട ഭരണാധികാരിയോട് പറഞ്ഞു, എന്നെ നിങ്ങൾ നേരെ ക്രൂശിക്കരുത്, തലകീഴായി ക്രൂശിക്കുവാനിടയായി തീരണം. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസിന്റെ കാരാഗ്രഹ ജയിലിന്റെ മുൻപിൽ, ഡോറിന്റെ മുൻപിൽ അവനെ അറക്കുവാനുള്ള വാള് രാഗിക്കൊണ്ടിരിക്കുമ്പോൾ, ആ ശബ്ദം തന്റെ കാതുകളിൽ കേൾക്കുമ്പോൾ നാം പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ നല്ലപോലെ ഓട്ടം തികച്ച് അതിൽ വിശ്വാസം കാത്ത് ഇനി നീതിയുടെ എനിക്കായി വെച്ചിരിക്കും. That is called faith. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അറുക്കുവാനുള്ള വാൾ രാഗുമ്പോഴും, അറുക്കുവാനുള്ള വാൾ രാഗുമ്പോഴും, അറുക്കുവാനുള്ള വാൾ രാഗുമ്പോഴും അതിന്റെ മുന്നിൽ കിടന്ന് കരയുന്നവനല്ല യഥാർത്ഥനായ ഭക്തനാ. പറയാ, ഞാൻ എന്റെ കർത്താവിനെ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ എന്റെ കർത്താവിനെ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. സമാധാനമുണ്ട്, സമാധാനമുള്ള ഒരു പ്രത്യാശയുണ്ട്. നാം ഈ ലോകത്തിൽ പ്രത്യാശ വെക്കുന്നവരല്ല. നാം ഈ ലോകത്തിൽ പ്രത്യാശ വെക്കുന്നവരല്ല. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുന്നു, നാം ഈ ലോകത്തിൽ പ്രത്യാശ വെക്കുന്നവരാണെങ്കിൽ സകല മനുഷ്യരും അനിഷ്ടന്മാരത്രേ. നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളതിനെ ചൊല്ലിയല്ല. ഈവൻ നമ്മുടെ മക്കളല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ എല്ലാം നമ്മുടെ മക്കള് നമ്മളെ എന്ത് ചെയ്യും, നല്ലപോലെ നോക്കുമെന്നൊക്കെ അത് നമ്മുടെ പ്രത്യാശയാ. എന്നാൽ ഇതല്ല നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മുടെ പ്രത്യാശ ചാരിയസിനെ കടക്കാൻ, അതുപോലെ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, നമ്മുടെ പ്രത്യാശ അറിയാമോ, ഈ രാത്രി കാഹളം തൊലിച്ച അടുത്ത നിമിഷം ഞാൻ എന്റെ കർത്താവിനോടുകൂടെ ആയിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് സമാധാനമുണ്ട്. എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചു, joy or to bind together. ഹല്ലേലൂയ, എന്താ ഈ സമാധാനത്തിന്റെ അർത്ഥം? എന്തുവാ ഐറി എന്ന പദത്തിന്റെ അർത്ഥം? എന്തുവാ? ഡിവൈഡ് ആയതിനെ ജോയിൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഐറീൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ആയി, രണ്ടായി മാറി, അതിനെ ജോയിൻ ചെയ്യുന്ന പദമാണ് ഐറീൻ എന്ന് പറയുന്നത്. സമാധാനം എന്ന് പറയുന്നത് എന്തുവാ? ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. എവിടെ അകന്നു പോയത്? തോട്ടത്തിൽ വെച്ച് ഞാൻ അകന്നു പോയി. കാൽവറി ക്രൂശിൽ വെച്ച് I bind with my Lord Jesus Christ. യേശുവുമായി ഞാൻ ബന്ധിക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ, praise the Lord, ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ക്രിസ്തു യേശുവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ കർത്താവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുക. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ, എങ്ങനെയാണ് അതിന്റെ അർത്ഥം? ഈ ബൈൻഡ് ടുഗദർ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? നമുക്കറിയാമല്ലോ, പഴയ നിയമം പഠിക്കുമ്പോൾ Deuteronomy chapter 21 verse 18, 21-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പദമുണ്ട്, അകന്നു പോയ, ഡിവൈഡായി പോയ ഒരു മകനെ അവന്റെ അപ്പനും അമ്മയും എടുത്ത് കൊണ്ടുവന്ന് പട്ടണത്തിലെ മൂപ്പന്മാർ അവന് നിർത്തുക. വായിക്കട്ടെ. അപ്പന്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെയും അവർ ശാസിച്ചാൽ അനുസരിക്കാതിരിക്കുകയും ഷാഡനും മത്സരിയുമായ ഒരു മകൻ ഉണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം, പിന്നെ അവന്റെ
അപ്പൊ ഈ ഷടനും മത്സരിയുമായവൻ എന്ത് ചെയ്യണം? പ്രമാണം. That is called the law. ന്യായ പ്രമാണം പറയുന്നത് ഷടനും മത്സരിയുമായവൻ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയോ പ്രാവശ്യം മരിക്കേണ്ടവരാ. നമ്മൾ എത്രയോ പ്രാവശ്യം ശടിച്ചിരുന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ട്, ആരാധിക്കാതിരുന്നിട്ടുണ്ട്, ആരാധനയ്ക്ക് വരാതിരുന്നിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് വരാതിരുന്നിട്ടുണ്ട്. നമ്മൾ എത്രയോ പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. അല്ലേ? നമ്മൾ എത്രയോ മത്സരികളാണ് നമ്മൾ. മത്സരാവിചാരം പറഞ്ഞാൽ നമ്മൾ മത്സരത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എല്ലായ്പ്പോഴും മത്സരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെയോ സംഭവം റോങ് എന്ന് മനസ്സിലായിക്കോളണം. ഇവനെ കല്ലെറിഞ്ഞു കൊല്ലേണ്ട സ്ഥാനത്ത് മുടിയപുത്രന്റെ അപ്പൻ ഇവനെ കൊണ്ട് എവിടെ കൊണ്ടെന്നറിയാമോ? അവനെ കെട്ടിപ്പിടിച്ചു വയ്ക്കുവാനിടയായിരുന്നു. അതാണ് സമാധാനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചാകേണ്ട സ്ഥാനത്ത്, കൊല്ലേണ്ട സ്ഥാനത്ത്, കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് ചേർത്ത് പിടിക്കുന്നതിനെയാണ് സമാധാനം എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ മതാനുസാരി എന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെടണം ശരിയാ, സ്നാനപ്പെടണം ശരിയാ, അഭിഷേകം പ്രാപിക്കണം ശരിയാ, ആത്മാവിൽ ജീവിക്കണം, വിശുദ്ധ തിരുമേശ എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥിക്കണം, എല്ലാം ശരിയാ. പക്ഷെ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ന്യായപ്രമാണം അനുസരിക്കണം. അതിനോട് എന്ത് ചെയ്യണം? ഒരു പെരുന്നാൾ ആഘോഷിക്കണം. എന്താ ഒരു പെരുന്നാൾ ആഘോഷിച്ചാൽ പറയുന്നതിന്റെ കൂടുതൽ എന്ത് ചെയ്യുന്നു? ശകലം കൂടെ കൂട്ടിച്ചേർക്കുന്നു, അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുന്നു. പ്രമാണം ലോ. അടുത്ത പറയുന്നറിയാമോ? ജസ്റ്റിഫിക്കേഷൻ ബൈ വർക്ക്. പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്. എല്ലാം ശരിയാ, പക്ഷെ എന്ത് വേണം? പ്രവൃത്തി കൂടെ വേണം. എന്നാൽ ഒരു കാര്യം തിരിച്ച് മനസ്സിലാക്കിക്കൊള്ളണം, തോന്നുന്നില്ല, യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്നവന്റെ പ്രവൃത്തി 100% ശരിയായിരിക്കും. നാം പ്രവൃത്തി മുഖാന്തരമല്ല രക്ഷിക്കപ്പെട്ടത്, കാശ് കൊടുത്താണോ? അല്ല, നാം ദൈവത്തിന്റെ കൃപയാലാണ് രക്ഷിക്കപ്പെടുവാനിടയായിത്തീരുന്നത്. ഗ്രേസ് പ്രസീഡസ് പീസ്. സമാധാനത്തിന് മുമ്പേ കൃപയുണ്ടായിരിക്കും. സ്തോത്രം തന്നെയാണ്. കൃപ കൂടാതെ നമുക്ക് ഒരു ദൈവിക സമാധാനം അനുഭവിച്ചറിയാൻ കഴിയത്തില്ല. നോക്കണമേ, ദൈവത്തിന്റെ സമാധാനം നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നാം ദൈവത്തിന്റെ ദാനമായ കൃപ അനുഭവിക്കുന്നവരായി മാറുവാനിടയായിരിക്കും. നിങ്ങൾ എത്രത്തോളം ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുന്നു എന്നുള്ളത്, നിങ്ങൾ എത്രത്തോളം കൃപ അനുഭവിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുവാനിടയായിരുന്നു. എത്രത്തോളം കൃപയുണ്ടോ അത്രത്തോളം സമാധാനമുണ്ട്. എത്രത്തോളം കൃപയുണ്ടോ അത്രത്തോളം സമാധാനമുണ്ട്. എത്രത്തോളം കൃപയുണ്ടോ അത്രത്തോളം വിശ്വാസം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസം ഇല്ലാത്തതെന്നറിയാമോ? നമ്മൾ മനുഷ്യരെ നോക്കി ഇറങ്ങിയത് കൊണ്ടാണ്. നമ്മൾ മനുഷ്യരെ നോക്കിയല്ലേ ഇറങ്ങിയത്. നമ്മൾ കാൽവരി ക്രൂശിൽ എനിക്കും നിനക്കും വേണ്ടി 3 ആളുകൾ തൂങ്ങി മരിച്ച കർത്താവായ യേശുവിനെ കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങുവാനിടയായത്. അപ്പനെ കണ്ടിറങ്ങിയതോ, അമ്മയെ കണ്ടിറങ്ങിയതോ, ഭാര്യയെ കണ്ടിറങ്ങിയതോ, ഭർത്താവിനെ കണ്ടിറങ്ങിയതോ, സഹോദരങ്ങളെ കണ്ട് ഇറങ്ങിയതോ ഒന്നും വിശ്വാസമല്ല, ഒന്നും വിശ്വാസമല്ല. നമ്മൾ ആരെ കാണണം? കാൽവരി ക്രൂശിൽ 3 ആളുകൾ മേൽ തൂങ്ങിയാടുന്ന കർത്താവിനെ കാണണം. അവന്റെ ശരീരത്തിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന ക്രൂശിലെ രക്തം കണ്ടുകൊണ്ട് വേണം നമുക്ക് പാപമോചനം പ്രാപിക്കുവാനായിട്ട്. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പാപമോചനം ലഭിച്ചു പോകും? പാപമോചനം പ്രാപിച്ചാലേ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളൂ. ഭാവികളെ സ്വീകരിക്കുന്നതല്ല സ്വർഗ്ഗം എന്ന് പറയുന്നത്. കർമാചാരങ്ങളാൽ അല്ലെങ്കിൽ 10 രൂപ കൊടുത്താലും 10 രൂപയുടെ മെഴുകുതിരി കത്തിച്ചാലും ഒന്നും എന്ത് ചെയ്തില്ല, പാപമോചനം ഉണ്ടാകത്തില്ല. പാപക്ഷമ പ്രാപിക്കണമെങ്കിൽ ക്രൂശിലെ രക്തത്താൽ കഴുകപ്പെടണം. ഈ രാത്രി നിലവിളിക്കണം, എന്റെ പാപം അങ്ങ് പോക്കണമേ. തമ്പുരാൻ പറയുന്നറിയാമോ? നിങ്ങളുടെ പാപങ്ങൾ എത്ര രക്താംബരം പോലെ എത്ര കടുംചുവപ്പായിരുന്നാലും ഇവ പോലെ വെളുപ്പിക്കാൻ
കാൽവരി ക്രൂശിലെ രക്തത്തിന് സാധിക്കുവാനിടയായി. ഹല്ലേലൂയ. നോക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഗലേഷ്യ സഭയിലെ വിശ്വാസി വിശുദ്ധന്മാർ deprived of the ministry of the Spirit by the teaching of the Judaizers, to the effect that growth in the Christian life was to the heart by obedience to the legal enactment of the Mosaic laws. പ്രമാണം ന്യായ പ്രമാണം 100% അനുസരിക്കുന്നവരായി മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? സ്വർഗ്ഗവല്യ ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ പറയുമ്പോൾ തന്നെ നമ്മൾ കാര്യം മനസ്സിലാക്കും. ന്യായ പ്രമാണം നമുക്ക് അനുസരിക്കാൻ പറ്റുന്നത് മനസ്സിലാകും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ കള്ളം പറയാതിരിക്കാൻ പറ്റുമോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഹല്ലേലൂയ മോഷ്ടിക്കാതിരിക്കാൻ കഴിയുമോ? സ്തോത്രം പറയുക. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷമായിട്ട് സ്തോത്രം നമുക്ക് കള്ളം പറയാതിരിക്കാനുള്ള ഒരു കൃപ ലഭിക്കുവാനിടയായി തീരുന്നു. പരിശുദ്ധാത്മാവകത്ത് എന്ന് പറയും ഹല്ലേലൂയ, കള്ളം പറയരുത്. ഹല്ലേലൂയ സ്തോത്രം. നീ മോഷ്ടിക്കരുത്, നീ പാപം ചെയ്യരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാനിടയായി തീരും. എവിടെയെങ്കിലും വീണ്ടും പോയിട്ടുണ്ടെങ്കിൽ ആത്മാവ് ഉച്ചരിച്ചു കൂടാതെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുത്രൻ സ്വർഗത്തിലെ പിതാവിന്റെ വലതു ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈ രാത്രിയിൽ വിധിക്കുമ്പോൾ വാസ്തവമായി ദൈവസന്നിധിയിലേക്ക് നമ്മളൊന്ന് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. യഹൂദ മതാനുസാരികളുടെ വാക്കുകളോ മറ്റുള്ളവരുടെ വാക്കുകളോ കേട്ടല്ല നമ്മൾ ദൈവത്തെ അറിയേണ്ടത്. നാം ദൈവത്തെ അനുഭവിച്ചറിയുവാനിടയായി. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ കാസ്റ്റ്. ഇതൊരു മതമല്ല, ഇതൊരു ജാതിയല്ല. ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ, ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. ഇതൊരു അനുഭവമാണ് എന്ന് പറയുവാനിടയായി. ഏത് അനുഭവമാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ അനുഭവമാണ്. അത് പാപമോചനത്തിന്റെ അനുഭവമാണ് പെന്തക്കോസ്ത് എന്ന് പറയുവാനിടയായി തീരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവകൃപ ധാരാളം ദൈവകൃപ അനുഭവിച്ചറിയുവാനിടയായി തീരണം. നമുക്ക് എന്ത് ചെയ്യാൻ അറിയാമോ? ദൈവത്തെ നമ്മൾ ആശ്രയിക്കുന്നവരായി മാറണം. ടു ട്രസ്റ്റ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ നമ്മൾ ആശ്രയിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ ആശ്രയിക്കണം. നമുക്ക് കയ്യെത്തൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പകർന്ന പരിശുദ്ധാത്മാവിനെ സാധിക്കുമെന്ന്. നമുക്ക് കയ്യെത്തൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിന് അത് സാധിക്കും. എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ രക്ഷിക്കപ്പെടാനോ സ്ഥാനപ്പെടാനോ ആത്മനിർഭരം ജീവിക്കാനോ ദൈവകൽപ്പന അനുസരിക്കാനോ കഴിയാതെ കൊണ്ട് എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ് you have to trust our Lord Jesus Christ. You have to trust our Lord Jesus Christ. യേശു ക്രിസ്തുവിനെ എന്തിനാ ആശ്രയിക്കണം? എന്റെ നിന്നെ ഞാൻ പാഠം കൂടുതൽ വാങ്ങി എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. ആരാണ് കൃപയുടെയും സമാധാനത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത്? ഹല്ലേലൂയ. യേശു ക്രിസ്തുവാണ് കൃപയുടെയും സമാധാനത്തിന്റെയും. both the Father and Son, the sort of co-equality of the God. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന triune God. അതാണ് the source of grace and peace. സമാധാനത്തിന്റെയും കൃപയുടെയും സോഴ്സ് എന്ന് പറയുന്നത് triune God ആണ്. ഹല്ലേലൂയ. അവർ ലോർഡ് ഇങ്ങനെ നമ്മൾ വായിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും. സ്തോത്രം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ലോർഡ് implies his authority. നമ്മുടെ കർത്താവ് അധികാരമുള്ളവനാണ്. നമ്മുടെ കർത്താവ് അധികാരമുള്ളവനാണ്. He implies, Lord implies his authority. Jesus speaks of his mission. യേശു തന്റെ ദൗത്യം ദൗത്യത്തെ വിളിച്ചറിയിക്കുവാനിടയായിരുന്നു. Christ denotes the messianic anointing. മശിഹ എന്ന് പറയുന്ന ആ നിറവിനെ, മശിഹയിക നിറവിനെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഓടയിനെ കാണിക്കുന്നതാണ് ക്രൈസ്റ്റ് എന്ന പദം കാണുവാനിടയായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടത്? നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാം ഒരു വാക്ക് പറഞ്ഞു അല്ലേ? ആരാധനയ്ക്ക് ഒരു വാക്ക് പറഞ്ഞാണ് ഞാൻ ഇന്ന് മുതൽ യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ഇന്നു മുതൽ ഞാൻ എന്റെ യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു. ഒറ്റ ക്വസ്റ്റ്യൻ. അതുവരെ ആരാണ് കർത്തൃത്വം നടത്തിയത്? അന്ന് മുതൽ ആരാണ് കർത്തൃത്വം നടത്തിയത്? ഇന്ന് ആരാണ് കർത്തൃത്വം നടത്തുന്നത്? യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവൻ ലോഡ്ഷിപ്പ് ആർക്ക് കൊടുത്തു? എന്റെ കർത്തൃത്വം ആർക്ക് കൊടുത്തു? My lordship hand over to our Lord Jesus Christ. എന്റെ മേലുള്ള സമ്പൂർണമായ അധികാരം ആർക്കാ? സ്തോത്രം. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ മേലുള്ള സമ്പൂർണ്ണ അധികാരം ആർക്കാ? കർത്താവ്. നിർഭാഗ്യവശാൽ നമുക്ക് തന്നെ അധികാരം. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ടോ? നമ്മുടെ സഭയുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ചില വാക്കുകൾ മാത്രം നമ്മൾ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് യേശുവിനെ കർത്തൃത്വം കൈമാറ്റം ചെയ്തവന്റെ അന്ന് മുതൽ അവന്റെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്ന ആരായിരിക്കണം? കർത്താവായിരിക്കും. അവൻ എന്നാ പഠിക്കണമെന്ന് ആര് തീരുമാനിക്കും? അവൻ എന്നാ പഠിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? എവിടെ പഠിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? എങ്ങനെ ജീവിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? എന്ന് പറഞ്ഞാൽ അവൻ പൂർണ്ണമായും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവനായിരിക്കും. പൂർണ്ണമായും ദൈവഹിതം. അവൻ പറയുന്ന ഒരു കാര്യമുള്ളൂ, ദൈവം എന്നോട് അല്ലേ ചെയ്യട്ടെ, എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം. ദൈവഹിതം അനുസരിച്ച്. നിർഭാഗ്യവശാൽ നമ്മൾ അന്ന് മുതൽ അന്വേഷിക്കാത്ത ഒരു കാര്യം ദൈവഹിതം. എന്റെ ലോഡ്ഷിപ്പ് ഞാൻ കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരുന്നു. എന്നെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ എന്റെ മുഴുവൻ കൺട്രോളും പരിശുദ്ധാത്മാവായിരിക്കും. എന്റെ നായകനാണെന്നറിയാമോ? ഹീറോ ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവാണ് എന്റെ ഹീറോ. ഇനി ചിന്തിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? നിങ്ങളുടെ ലോഡ്ഷിപ്പ് നിങ്ങൾ കൈമാറ്റം ചെയ്തോ? നിങ്ങളുടെ ലോഡ്ഷിപ്പ് നിങ്ങൾ കൈമാറ്റം ചെയ്തോ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ വാക്യം റോമാലേഖനം 10-9 വാക്യം വായിച്ചാൽ നമ്മൾ ആശ്വസിക്കുന്നത്. എന്നാൽ റോമാലേഖനം എഴുതുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, കൈസർ ഒരു കൽപ്പന പ്രകടിപ്പിച്ചിരിക്കുക. കൈസർ കിരിയോസ് കൈസർ എന്ന പദം ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ കൈസറാണ് എന്റെ കർത്താവ് എന്ന് പറയണം. അല്ല പറയാത്തവന് പീഡയാണ്, മരണം വരെ ഉണ്ടായേക്കാം. അതിന്റെ നടുവിൽ എന്ന് പറയുന്നതാണ് കൈസറല്ലേ എന്റെ കർത്താവ്. എന്റെ കർത്താവ് മരിച്ചടക്കപ്പെടും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവാണ്. അതാണ് ലോഡ്ഷിപ്പ് കൈമാറ്റം ചെയ്യാന്ന് പറയുന്നത്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു അത്രേ. എന്റെ വീട്ടിൽ തിന്നണമെന്ന് കൊടുക്കണമെന്ന് ഏത് കാര്യത്തിനും കർത്താവ്. അതാണ് എന്റെ ലോഡ്ഷിപ്പ് ഞാൻ കൈമാറ്റം ചെയ്തതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നാം ലോഡ്ഷിപ്പ് കൈമാറ്റം ചെയ്യുന്നു പറയുന്നത് ശരിയാണോ? നാം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്ത നമ്മൾ ജീവിക്കുന്നത് ഈ കാലയളവ് മുഴുവൻ ജീവിച്ച പിശാചിന്റെ ഇഷ്ടം അനുസരിച്ച്. എന്നിട്ടും അവൻ നമ്മളെ എന്ത് ചെയ്തു? ഓരോ ദിവസങ്ങളിലും അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്തു? സ്നേഹിച്ച് അടിച്ച് മടക്കിക്കൊണ്ടു നമ്മളെന്ത് ചെയ്യും? ആ പാതയിൽ കൊണ്ടെത്തുവാൻ. അതുകൊണ്ടാണ് യഹൂദന്മാർ പറയുന്നത് 53 ഒരു വാക്യമുണ്ട്, ഞാൻ കാണാതെ പോയ ആട്. എങ്ങനെയാണെന്നറിയാമോ? ആടിനെ പിടിച്ച് നിർത്തിയാൽ 2 അടി കൊടുത്താൽ ആട് എന്ത് ചെയ്യും? അടുത്ത പദ്ധതികൾ 2 അടി കിട്ടും, വീണ്ടും നിർത്തും, പിന്നെ നിർത്തും. പക്ഷെ ഒരു കാര്യമുണ്ട്, എത്ര നാളെ ഈ ആടിനെ നിർത്തും?
മനുഷ്യൻ 3 വർഷമായിട്ട് ഹല്ലേലൂയ വൃക്ഷത്തിന് ഏത് വർഷമാണ്? അത്യവൃക്ഷമല്ലേ? വൃക്ഷത്തിന് ഇങ്ങനെ ചാടകെടുത്ത് വാളകൊണ്ടിരിക്കുക. 3-ാം വർഷം ഫലം കായ്ക്കണം. 3-ാം വർഷം നിർബന്ധമായിട്ട് ഫലം കായ്ക്കണം. പക്ഷേ എന്ത് ചെയ്തില്ല? ഫലം കായ്ച്ചില്ല. യജമാനൻ അത് പറയുക, സഭ വന്നിട്ട് 10 വർഷമായി, പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി, ആരാധിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി, ഒരു ഫലവും ഇല്ല. ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഗിഫ്റ്റ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഫ്രൂട്ട്. ആത്മീക ഫലം, സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, പരോപകാരം, ദയ, വിശ്വസ്തത, ഇന്ദ്രിയ ജയം, സ്തോത്രമലയ, ആത്മീയ ഫലങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. തോട്ടക്കാരൻ പറഞ്ഞതിനായി യജമാനൻ പറഞ്ഞു, തോട്ടക്കാരൻ മറുപടി എന്നറിയാമോ? തോട്ടക്കാരൻ പ്രതീക്ഷ, നമ്മുടെ നാട്ടിൽ പ്രതീക്ഷയുണ്ട്. നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവിനൊരു പ്രതീക്ഷയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഫലം കാര്യം. ഞാൻ പറയട്ടെ, നിങ്ങളോട് കാര്യം പറയട്ടെ, നിനക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിനക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് നിന്നെ കുറിച്ചൊരു പദ്ധതി. പക്ഷെ നീ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരണക്കേട് കാണിച്ചാൽ വൃക്ഷത്തിന്റെ ചുവട് കോടാലി കൂടെ വെച്ചിരിക്കുക. വെട്ടാത്തതിന്റെ കാരണം ഈ രാത്രിയിലും പിതാവിന്റെ വലതു ഭാഗത്ത് നിന്ന് പുത്രൻ പറയുക, ഡോണ്ട് ടച്ച്, തൊടരുത്. മേലാൽ ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങളെ അപ്പന് കഴിയത്തില്ല. നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് അപ്പന് കഴിയത്തില്ല, അമ്മയ്ക്ക് കഴിയത്തില്ല, ഭാര്യയ്ക്ക് കഴിയത്തില്ല, ഭർത്താവിന് കഴിയത്തില്ല, കുഞ്ഞുങ്ങൾക്ക് കഴിയത്തില്ല, പാസ്റ്ററിന് കഴിയത്തില്ല, അച്ചായന് കഴിയത്തില്ല, സച്ചിവത്തിന് കഴിയത്തില്ല. ആർക്കും നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങൾ പറയട്ടെ, നിസ്സാരമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി നിത്യ നഷ്ടമാക്കിയ ഒത്തിരി പേരുടെ നടുവിൽ നമ്മളായിരുന്നു. നിസ്സാരമായ വിഷയം. ഹല്ലേലൂയ. രാത്രി ഞാൻ പറയട്ടെ, സ്തോത്രമല്ലേ, രാത്രി പറയട്ടെ, ഈ ലോകത്തിൽ അവസാനിക്കുന്നതായ നിസ്സാരമായ വിഷയങ്ങളെ ചൊല്ലി നമ്മുടെ നിത്യ നഷ്ടമായി കളയും. ഈ ഉപവാസ പ്രാർത്ഥന ഒരു മടങ്ങി വരവിന്റെ ദിനമായി മാറും. ഉപവാസ പ്രാർത്ഥന മടങ്ങി വരവിന്റെ ദിനമായി മാറും. ഈ രാത്രി കാഹളം ധ്വനിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഈ രാത്രി കാഹളം ധ്വനിച്ചാൽ കൃപയുടെ കാലാവധി അവസാനിക്കുക. ഈ രാത്രിയിലും അകൃപ നമ്മളെ തേടി വിളിക്കുക. ഒന്ന് മടങ്ങി വാ, ഒന്ന് വിശ്വസിക്കുക, ഒന്ന് വിശ്വസിക്കുക. ഗലാത്യ സഭക്കാരെ, ഹല്ലേലൂയ, യഹൂദ മതാനുസാരികൾ വന്ന് പറ്റിച്ചു വെച്ചിരിക്കുക. അവര് പറഞ്ഞ്, നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ട, ശബത്ത് ആചരിച്ചു, ശബത്ത് ആചരിച്ച് എല്ലാവരും രക്ഷിക്കപ്പെട്ടേ ശബത്ത് കൊണ്ടുപോയിരിക്കുക. രക്ഷിക്കപ്പെട്ടവരാണ്, പക്ഷെ എന്ത് കൊണ്ടുവരിക? പെരുന്നാളും ആഘോഷിക്കുക. ഓരോരുത്തരും ചോദ്യം ചോദിക്കുന്നുണ്ട്, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കാണിച്ചിരിക്കെ ആരാ? മടങ്ങി വരാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ ശുദ്ര ചെയ്യപ്പെട്ടു. സോറി ഫോർ മൈ ലാംഗ്വേജ്. ചിലർ വിചാരം രക്ഷിക്കപ്പെട്ടെന്ന ഇല്ല. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ? ഈ രാത്രി താൻ്റെ അടുത്തോടെ പറയാൻ പറ്റുമോ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെന്ന്? പോകുമെന്ന് പറയുന്ന എല്ലാ കാര്യം, അവിടെ കാണുമെന്ന് പറയുന്ന എല്ലാ കാര്യം, ഈ രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോന്നെങ്കിൽ ധൈര്യത്തോടെ പറയാം, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടെന്ന്. ചുമ്മാ പറയരുതേ, വെറുതെ പറയരുത്. ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതി കാണും. തിരുവചനം ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെ തീ പോയി.
സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ രാത്രി നമ്മൾ ദൈവത്തെ ഉപവസിക്കുന്നത്, നിലവിളിക്കുന്നത്? ജീവന്റെ പുസ്തകത്തിലെ പേര് എഴുതി കാണാതെ ഒത്തിരി പേര് നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റു വീടുകളിൽ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണാം. സ്തോത്രം. ഉണ്ടെന്ന് പറയുന്നതല്ല കാര്യം, ഉറപ്പായിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ടോ? പോകും, ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നില്ല കാര്യം, പോകുമോ എന്നുള്ള വിഷയം. കർമ്മൻ നോക്കിയല്ല, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ലെന്ന് പറയുന്നതിലല്ല കാര്യം, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതില്ല കാര്യം. ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് ജസ്റ്റിഫിക്കേഷൻ ബൈ വർക്ക, പ്രവർത്തിയാനുള്ള നീതീകരണം. അത് നിങ്ങളെ വഞ്ചിക്കുക, അത് നിങ്ങളെ വഞ്ചിക്കുക, അത് നിങ്ങളെ വഞ്ചിക്കുക. അത് ഹൈന്ദവ പഠനമാണ്. കർമ്മം ചെയ്തോന് നല്ല പുണ്യം കിട്ടുമെന്നുള്ളത് ദൈവത്തിന്റെ വചനം പറയുന്നില്ല. ജസ്റ്റിഫിക്കേഷൻ നോട്ട് ബൈ ദ വർക്ക്, പ്രവൃത്തിയാലല്ല നീതീകരണം, വിശ്വാസത്താലാണ് നീതീകരണം. എന്താ വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തു എന്റെ രക്ഷിതാവാണ്. എന്റെ പാപത്തിന് പരിഹാരത്തിനായിട്ട് ആ കാൽവരിൽ മറ്റേ യേശുവാണ്. യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നുവെന്നും ആ കർത്താവിന് വരവേണ്ടി വാട്ടവും മാന്യവും കൂടാതെ തന്നെ താൻ ഒരുക്കി കാത്തിരിക്കുന്ന കാന്തയെ പോലെ, മണവാട്ടിയെ പോലെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പറയുന്ന വിശ്വാസം. എന്റെ കർത്തൃ എന്റെ ഇഷ്ടമല്ല, എന്റെ ഒരാഗ്രഹമല്ല, എന്റെ ഇഷ്ടമല്ല. എന്റെ ഇഷ്ടമുള്ളവന് വിശ്വാസം ഇല്ല. എന്റെ ഇഷ്ടം നടന്നവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. തന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. സോറി ഫോർ മൈ ലാംഗ്വേജ്. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർ, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർ, സ്വന്തം കാര്യം പറയുന്നത് ശരിയാണ് സ്വന്തമായി വിചാരിച്ച് ആ വിചാരത്തിൽ മയങ്ങി ജീവിക്കുന്നവർ. നിങ്ങൾ ഗലാത്യ സഭയിലെ ചിലരെ പോലെ മയങ്ങി ജീവിച്ചിരിക്കുക. നിങ്ങളെ നോക്കിയാൽ പറയുന്നത് ആത്മാവ് കൊണ്ട് ആരംഭിച്ച് എവിടെ കൊണ്ട് അവസാനിക്കുന്നത്? ജഡം കൊണ്ട്. എന്റെ കർത്തൃത്വം ദൈവത്തിന് കൈമാറിയോ? ഇപ്പോഴും നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് രണ്ടാമത്തെ ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവരെ ഇത് രാത്രി ജീസസ് ക്രൈസ്റ്റ് പറയാൻ പറ്റുള്ളൂ. ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. കർത്താവ് എന്ന യേശുവിനെ ഏറ്റു പറയുന്നവൻ, കർത്താവ് യേശുവിനെ ഏറ്റു പറയുന്നവൻ. എന്റെ ലോഡ്ഷിപ്പ് കൈമാറ്റം ഞാൻ പറയുന്നില്ല. എന്റെ ഇഷ്ടമല്ല കർത്താവ്, അങ്ങയുടെ ഇഷ്ടമില്ല. എന്റെ ഇഷ്ടമല്ല, എന്റെ ആഗ്രഹങ്ങളല്ല, എന്റെ ഇഷ്ടങ്ങളല്ല. ഞാൻ എന്നെ കുറിച്ച് വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ ഒന്നുമല്ല. അങ്ങയുടെ ഹിതം പൂർണ്ണമായി എന്നെ നിറവേറപ്പെടട്ടെ. ലോഡ്ഷിപ്പ് കൈമാറ്റം ചെയ്തവന് അങ്ങനെ പറയാൻ പറ്റും. അല്ലാത്തവരാരും ചെയ്തിട്ടില്ല. പേരുകൊണ്ട് രക്ഷിക്കപ്പെട്ട തീയതി വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. രാത്രി മനസ്സിലാക്കണം, ജീവന്റെ പുസ്തകത്തിൽ ലോഡ്ഷിപ്പ് കൈമാറ്റം ചെയ്യാത്തവന്റെ പേരൊന്നും ജീവന്റെ പുസ്തകത്തിൽ. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ല. എന്നോട് ദൈവത്തോട് പാപം ചെയ്തവൻ, ദൈവത്തോട് പാപം ചെയ്തവന്റെ പേര് ദൈവം അവന്റെ പുസ്തകത്തിന് മായിച്ചു. പ്രാർത്ഥിക്കാം.